ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പെൺകുട്ടികൾക്ക് ആരോടെങ്കിലുമൊക്കെ ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആരോടെങ്കിലുമൊക്കെ ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ പൊതുവേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ക്രഷൊക്കെ അടിക്കുമ്പോൾ അവൻ നേരെ വരികയാണെങ്കിൽ അവൾക്ക് ആദ്യം തന്നെ തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു പേടിയായിരിക്കും. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടീനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവൾക്ക് അവനോട് ക്രഷും തോന്നി. എന്നിരുന്നാലും അവൻ നേരെ വരികയോ അല്ലെങ്കിൽ അവൻ അടുത്ത് വന്ന് നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് തോന്നുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ആകെ ഒരു പേടിയായിരിക്കും. ആ ഒരു സമയത്ത് അവൾക്ക് ആകെ ഒരു വെപ്രാളമൊക്കെ ആയിരിക്കും. എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ പറയുക, അല്ലെങ്കിൽ ഇവനിപ്പോൾ എന്നോട് എന്താണ് ചോദിക്കുക, ഞാൻ എന്താണ് അങ്ങോട്ട് പറയേണ്ടത്, ഇപ്പം ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങി പല കാര്യങ്ങൾ ഓർത്തിട്ട് അവൾക്ക് ആകെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും ആ ഒരു സമയം ഉണ്ടാവുക. അതായത് ചിലർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൈയും കാലൊക്കെ കൂട്ടി വിറയ്ക്കും. അതായത് വിറയ്ക്കും, പിന്നെ മുട്ട് ഇങ്ങനെ കൂട്ടിയിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചിട്ട് ആകെ ഒരു വെപ്രാളം, എന്താ കാണിക്കണ്ടേ, ഒന്നും ചെയ്യണ്ടേ, ഇതൊന്നും അവർക്ക് അറിയില്ല. ആകെ ഒരു പേടിയായിരിക്കും ഈ കൂട്ടർക്ക് അനുഭവപ്പെടുക. അപ്പോൾ പെൺകുട്ടികൾക്ക് ആരോടെങ്കിലുമൊക്കെ ക്രഷ് തോന്നിയിട്ട് ആ ഒരു ആൺകുട്ടീനെ കാണുമ്പോൾ ആദ്യം തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു പേടി തന്നെയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കളിയാക്കലും ചിരിക്കലുമാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യമേ ഇങ്ങനെ അടുത്തൊക്കെ വരുമ്പോഴത്തേക്കും ടെൻഷനും കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അവനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ അവനിങ്ങനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ കളിയാക്കുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുക. അതായത് അവൻ എന്തെങ്കിലുമൊക്കെ പറയും, അത് കേട്ടിട്ട് ഈ ഒരു പെൺകുട്ടി ആ ഒരു കാര്യത്തിൽ പിടിച്ച് എന്തെങ്കിലുമൊക്കെ അവനെ കളിയാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ആൺകുട്ടീനെ ഇഷ്ടമാണ് എന്നതാണ്. പെൺകുട്ടികൾ പൊതുവെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഓവറായിട്ട് കളിയാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ചിരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളോടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി കുറേ നാളായിട്ട് നിങ്ങളുടെ പുറകെ നടന്നിട്ട് നിങ്ങളെ കളിയാക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റുപിടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തു ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെയൊന്നുമല്ല, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അതായത് ഗേൾസ് പൊതുവെ അങ്ങനെ ആർക്കും വലിയ സഹായങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്ത് കൊടുക്കുന്നവരല്ല പൊതുവെ. എന്നാലും ഹെൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. എന്നിരുന്നാലും ഒന്നും പ്രതീക്ഷിക്കാതെ ആരും ആർക്കും ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളിൽ നിന്നും ഒരു കാര്യം പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ട് എന്നതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റോ അല്ലെങ്കിൽ പ്രോജക്റ്റോ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. എന്നാൽ വേറെ ആരെങ്കിലും ഹെൽപ്പൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, ഓ സോറി എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയും, എന്നാൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു തരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടി ഒന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഒന്നോർത്തു, ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മുടിയിൽ പിടിക്കലാണ്. അതായത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി മാക്സിമം എപ്പോഴും അവളുടെ കൈ ഇങ്ങനെ മുടിയിലൊക്കെ പിടിക്കും. അതായത് അവളുടെ തന്നെ മുടിയിൽ ഇങ്ങനെ റോള് ചെയ്യുന്നു കൈ വെച്ചിട്ട്, പിന്നെ ഫ്രണ്ടിലേക്ക് മുടി എടുത്തിടുന്നു, അതേപോലെ തന്നെ ചെവിയുടെ ബാക്കിലേക്ക് മുടി കയറ്റി വെക്കുന്നു, ടിപ് ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുത്തുന്നു തുടങ്ങി മുടിയിൽ എപ്പോഴും അവരുടെ ഒരു കൈ ഉണ്ടായിരിക്കും.
ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവൾ എപ്പോഴും മുടിയിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നാൽ വേറെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല. നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ മാത്രം എപ്പോഴും മുടിയിൽ പിടിക്കുന്നു, മുടി റോള് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് മുടി എടുത്തിടുന്നു, അതേപോലെ തന്നെ മുടി ബാക്കിലേക്ക് എടുത്ത് വെക്കുന്നു. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് ക്രഷ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 1-2 പോയിന്റ് ഓക്കെ ആയി എന്നും പറഞ്ഞിട്ട് ആർക്കും ആരോടും ക്രഷ് ഉണ്ടാവണം എന്നൊന്നുമില്ല. ഈ 4 പോയിന്റിലും ഒരു 3 ഒക്കെ ഓക്കെ ആയെങ്കിൽ മാത്രമാണ് ആർക്കെങ്കിലും ആരോടെങ്കിലുമൊക്കെ ക്രഷ് ഉണ്ടാവൂ എന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാവുള്ളൂ. അതുകൊണ്ട് ഇതേപോലത്തെ വീഡിയോസ് ഇനി ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കുട്ടി കമൻറ്റ് കൂടി ഇടണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.